വർഷം 1995-96. അവിടെ വരക്കാശ്ശേരി മനയിൽ ഒരു വലിയ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. ഐ വി ശശിയുടെ സിനിമയാണ്. ഒരുപാട് കലാകാരന്മാരുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഐ വി ശശിന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു വികാരമാണ് ജനങ്ങൾക്ക്. എല്ലാവരും വരും. അവിടെയാണ് ദേവാസുരം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. മോഹൻലാലിനെ പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് നടന്മാർ അവിടെയുണ്ട്. ആ ഒരു സമയത്താണ് രഞ്ജിത്ത് എന്ന തിരക്കഥാകൃത്ത്, അന്ന് അദ്ദേഹം അതിന്റെ തിരക്കഥാകൃത്താണ്, അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഷോട്ടാണ് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റെസ്റ്റ് ടൈമിന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് കുശലങ്ങൾ ചോദിച്ചു. തമാശ രൂപേണ പറഞ്ഞു, എന്താ രഞ്ജിയെ താടിയൊക്കെ നരച്ചിട്ടുണ്ടല്ലോ, വയസ്സായല്ലോ എന്ന്. ഇതിഷ്ടപ്പെടാതെ തമ്പുരാൻ അവിടെ വെച്ചിട്ട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അയാളെ അടിച്ച് താഴെയിടുകയാണ്. പൊട്ടി കരഞ്ഞുപോയ ഒടുവില് അവിടെ ചുരുണ്ട് നിലത്ത് വീണു. കുറച്ച് കഴിഞ്ഞ് മോഹൻലാലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അവിടെയുണ്ട്. അദ്ദേഹമൊക്കെ വരുമ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ ചുണ്ട് പൊട്ടി ഒലിച്ചിരിക്കുന്ന, അദ്ദേഹം ചോര ഒലിച്ചിരിക്കുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനെയാണ്. നീ എന്തിനാണ് അയാളോട് ഇത് ചെയ്തത് എന്ന് പലരും ചോദിച്ചപ്പോഴേ, അതായത് വേറെ ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല, വേറെ ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. മോഹൻലാൽ ചോദിച്ചപ്പോഴും മോഹൻലാലിനോട് പറഞ്ഞത് അവന്റെ കടി ഞാൻ മാറ്റിക്കൊടുത്തു. അവനൊരു കടി ഉണ്ടായിരുന്നു, ആ കടി ഞാൻ മാറ്റിക്കൊടുത്തു. ആരെ? ഒടുവിൽ ഉണ്ണിക്കട്ടെ തന്തയുടെ പ്രായമുള്ള ഒരു മനുഷ്യനെയാണ് ഇയാൾ വിളിച്ചത്. അവന് എത്ര ജന്മം എടുത്തു കഴിഞ്ഞാൽ ഇവനൊന്നും ഗതി പിടിക്കത്തില്ല. ഇവനൊക്കെ അനുഭവിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ ഇപ്പൊ പൈസയുടെ മുകളിൽ മാത്രം കരൾ മാറ്റമൊക്കെ വെച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അവനൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവനും അവന്റെ കുടുംബവും ഒക്കെ എന്ന് പറഞ്ഞാൽ നാറാണക്കളായിട്ട് കുത്തുവാള എടുത്തുകൊണ്ടിരിക്കുമല്ലേ ഇപ്പോഴും. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരുടെ ശാപ? ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ശാപം മാത്രമാണ്. ആ മനുഷ്യൻ അറിഞ്ഞെന്ന് ശപിച്ചിട്ടുണ്ടാകും. നീ നിന്റെ തലമുറകളും നാണം കെട്ടി ജീവിക്കേണ്ടി വരുന്നു. അതല്ലേ ഇപ്പോഴും നടക്കുന്നത്. ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവന് പൈസ എത്രയുണ്ടെങ്കിലും ഇവനെ ആരെങ്കിലും വീട്ടിൽ കയറ്റുമോ? ഇവനെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇവനുണ്ടല്ലോ, ഒരിക്കലും കയറ്റരുതേ, ഒരാൾ പോലും ഇവനെ കയറ്റത്തില്ല. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന അറിയുന്ന ഈ ആഭാസനെ ഒരാൾ പോലും വീട്ടിൽ കയറ്റത്തില്ല. കാരണം അവൻ 24 മണിക്കൂറും വെള്ളമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ്, അങ്ങനെ ഇല്ലാത്ത ഇതില്ല. അതുപോലെ തന്നെ എന്താണ് ഇവന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരവാനില് ഇവൻ അത് വെക്കുമ്പോഴേ അതിന് കാവല് നിർത്തിക്കുന്നത് പെണ്ണുങ്ങളെയാണ്. അതാണ് ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ പോലും ഇയാൾക്കെതിരെ മിണ്ടത്തില്ല. ഭയമാണ്, മിണ്ടാൻ ഭയമാണ്. മിണ്ടിക്കഴിഞ്ഞാൽ നാളെ മുതൽ ഇവന്റെ സിനിമയിൽ ചിലപ്പോൾ അഭിനയിക്കാൻ ചാൻസ് കിട്ടത്തില്ല. ഏതായാലും ആ ഒരു സംഭവത്തിൽ മോഹൻലാൽ പ്രതികരിച്ചു എന്നാണ് പിന്നീട് ഇന്നസെന്റ് പറഞ്ഞത്. ഇന്നസെന്റിനും പേര് പറയാൻ ധൈര്യമില്ലായിരുന്നു. അതായത് ഇന്നസെന്റിനും ഭയം തന്നെയാണ്, പേര് പറയാൻ ഭയം തന്നെയാണ്. ഇന്നസെന്റ് പറഞ്ഞത് അന്ന് പ്രതികരിച്ചു എന്നാണ്. പക്ഷെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ 1996 കാലഘട്ടത്തിൽ മോഹൻലാൽ ഒരു വലിയ നടനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ നടനായിട്ടില്ല. അപ്പൊ ആ സമയത്ത് രഞ്ജിത്തിനെ പോലെയുള്ള ഒരുത്തിനെ പിണക്കണോ എന്ന് മോഹൻലാൽ പോലും ആലോചിച്ചു എന്ന് വരും. ഇങ്ങനെയുള്ള ഇയാളെയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും ചുമന്ന് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ മുഖത്തടിച്ചിട്ട് അവിടെ ഇത്രയും ആൾക്കാർ വന്നത്, അതായത് സ്ത്രീകളുടെ മുന്നിൽ നിന്നും പ്രായമായല്ലോ രഞ്ജിത്തെ എന്ന് ചോദിച്ചതാണ് പോലും തെറ്റ്. പ്രായമായല്ലോ രഞ്ജിത്ത് എന്ന് ചോദിച്ചത് തെറ്റായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനത് ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആൺ പെൺ ഭേദമില്ലാതെ ഇവൻ്റെ അടുത്തേക്ക് വരുന്നവരാണ് എല്ലാവരും. അതാണ് ഇവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ ആഭാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ, അതായത് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവൻ എത്ര നാണം കെട്ടിട്ടാണ് ജീവിക്കുന്നത്. ഇതല്ല പറഞ്ഞത്, ശാപം തന്നെയാണ്. അപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ്റെ ലീലാവിലാസം ഇതൊന്നും അല്ല. ഇവിടെ ഒന്നും തീരുന്നില്ല. പല തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. നായികമാരെ കൊണ്ടുള്ള കുളിപ്പിക്കൽ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കലാപരിപാടികൾ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ഇവൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഏത് വെച്ച് കഴിഞ്ഞാൽ ബിജു മേനോനെ കൊണ്ടുവച്ചിട്ട് എന്തോ ഒരു സിനിമയില്ല, എന്നാന്ന് ലീലയാ. അത് ഏതോ ഒരുത്തൻ നോവൽ എഴുതിയിട്ട് ആ ലീല എന്ന് പറയുന്ന സിനിമ, അതിനെതിരെ ഒന്നും പ്രതികരിക്കേണ്ട ഒരു മനുഷ്യന്മാരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലീല പോലെയുള്ള സ്ത്രീവിരുദ്ധമായ സിനിമ എടുത്തു കഴിഞ്ഞാലും ഇവനെതിരെ പ്രതികരിക്കാൻ ഒരാളുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയമാണ്. ഇവനെ ഭയങ്കരമായിട്ടുള്ള ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ എന്തെങ്കിലും പിണക്കി വിട്ട് കഴിഞ്ഞാൽ ഇവൻ പകയോടുകൂടി പെരുമാറും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെല്ലാം ഭയങ്കരമായിട്ടുള്ള പിടിപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എന്തോ കൊണാൻഡറാണെന്നാണ് ഇവൻ പറയുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരെയും അങ്ങനെയാണ് ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ കൊണാൻഡർ ആയതുകൊണ്ട് തന്നെ ഇവനെതിരെ ആരും പറയത്തില്ല. അതിൻ്റെ ഇടയിൽ ഇവൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, SFI ചരിത്രത്തിലൂടെ. ഇവൻ SFI എന്ന് പറയാൻ നാണാകുന്നില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട SFIക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം. ഇവനെ നിങ്ങൾ ഇപ്പം എന്നാ പറഞ്ഞിട്ട് ഇവനെ ഏതെങ്കിലും ഒരു മാലിയിട്ട് നിങ്ങൾ സ്വീകരിക്കണം തിരിച്ചു വരുമ്പോൾ. അതാ വേണ്ടത്.
അത്രമാത്രം ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്ര പരാതികളാണ് ഇന്നിപ്പോഴാ ബംഗാളി നടി വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അനുഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഈ ആഭാസന്റെ അടുക്കുന്ന അവരൊക്കെ അനുഭവിച്ചിട്ട് ഓരോ സെറ്റുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൂടെ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നവരൊക്കെ, കാരണം എല്ലാ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ ഇവന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുടുംബം തകർന്നു അറിയാം, എത്ര പേര് കണ്ണീരിലായി, എത്ര പേരുടെ ജീവിതമാണ് ഇവൻ കശക്കി എറിഞ്ഞതെന്ന് അറിയാം. എന്നിട്ടും ഇവന്റെ ആ ഞരമ്പ് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അത് തളർത്തിയിടൂ, അതാണ് വേണ്ടത്. ആ ഞരമ്പ് എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്തു വെക്കുക. ഇങ്ങനെയുള്ള ടീമുകളുടെ ആ ഞരമ്പ് കെട്ടിയാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം. എന്നാൽ പിന്നെ ഇമാതിരി തോന്നിയവാസങ്ങൾക്ക് ഇനി ഉണ്ടാവില്ലല്ലോ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവൻ എങ്ങനെയെങ്കിലും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ അസുഖമാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ജാമ്യം നേടും. ഇവൻ അടുത്ത പരിപാടി തുടങ്ങും. ഇവന് മുൻകൂർ ജാമ്യത്തിലാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവന് കടുത്ത ശിക്ഷ തന്നെയാണ് ഇപ്പോഴും കൊടുക്കേണ്ടത്. ഇവനെ ഇപ്പോഴൊന്നും വിടാൻ പാടില്ല. ഇവനെ വിട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇനിയും ഇവൻ ഒരുപാട് പേരുടെ ജീവിതം തകർക്കും. അത് മാത്രമല്ല, പരാതി നൽകിയ നടിയെ ഇവൻ ഒരു സിനിമയിൽ പോലും ഇവൻ അഭിനയിപ്പിക്കത്തില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാതി നൽകി സിനിമാക്കാർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാര കേന്ദ്രങ്ങളുടെ മുന്നിലേ നിൽക്കത്തുള്ളൂ. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സിനിമാക്കാർ അങ്ങനെയാണ്. അവരൊരിക്കലും പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കത്തില്ല. പലരും എന്ന് പറഞ്ഞാൽ തുറന്നു പറഞ്ഞ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് തന്നെയാണ്. ഒരാൾ പോലും ഇന്ന് അകത്തില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ സിനിമാക്കാരുടെ ഈ എല്ലാ കാര്യങ്ങൾക്കും വഴങ്ങി ജീവിക്കുന്ന കുറെ ആൾക്കാർക്കൊക്കെ നല്ല സൗകര്യമാണ്. അല്ലാത്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് സിനിമാ മേഖലയിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെ പോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാം. ശരിക്കും ഒന്നുകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊന്നും പുറത്തുവിടാൻ പാടില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീഷണി. അതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഒരു ഇത് എല്ലാ കാര്യത്തിലും. കാരണം പിന്നെ ഞാൻ അങ്ങനെയുണ്ട്, ഞാൻ ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ പിന്നെ വലിയ വർത്താനം പറയലാണ്. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സ്ത്രീയോട് പറഞ്ഞത് പുറത്താരാ നിൽക്കുന്നത് നിനക്കറിയോ, അവൾ ആരാണെന്നറിയോ എന്നൊക്കെ ആയിരിക്കും. ഇവന്റെ സിനിമയിൽ അഭിനയിച്ചവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടി ജീവിക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ ഇവൻ കൊണ്ട് എത്തിച്ചു. കാരണം ഇവന്റെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇവൻ നിർമ്മിച്ച സിനിമയായാലും സംവിധാനം ചെയ്ത സിനിമയായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്തു വെച്ച എല്ലാ പടങ്ങളും, ഇവൻ ഇനിയിപ്പോൾ കഥ എഴുതിയതായാലും ശരി, അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ടതെന്ന് പറഞ്ഞാൽ വലിയ ഇത് തന്നെയാണ്, ക്രൂരത തന്നെയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പുറത്തറിയാൻ കഴിയാത്ത ഒരുപാട് പേരെ, ആണായാലും പെണ്ണായാലും ഇവൻ കൃത്യമായിട്ട് അടിയും തൊഴിയും തന്നെയാണ് ഇവൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവൻ അതുപോലെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഒരാൾ പോലും ഇല്ല. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കെതിരെ ആർക്കും വിരൽ ചലിപ്പിക്കാൻ കഴിയില്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ മറ്റേ കൊണാൻഡറാണ് അല്ലെങ്കിൽ മറ്റവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ കളിക്കുന്നത്. അതാണ് ആദ്യമേ നുള്ളിക്കളയേണ്ടത്, ഇവന് കൊടുക്കുന്ന സ്ഥാനമാനങ്ങൾ. എന്നിട്ട് ഇവനെ ഈ കോഴിക്കോടങ്ങാറ്റ് MLA ആയിട്ട് മത്സരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ നാറിയേനെ. അത്രേ ഞാൻ പറയാനുള്ളൂ. അതായത് ഒരാൾക്ക് പോലും രക്ഷയില്ല. പാർട്ടിയാണ് ഇവന്റെ ലക്ഷ്യം. ഇനി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവര് ലക്ഷ്യം. കാരണം ഇവൻ മറ്റേ ഇവന്റെ ഈ ജയസൂര്യന്റെ ഒരു ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൻ്റെ അകത്ത് പറഞ്ഞു പോലെ എനിക്ക് യൂണിഫോം ഇട്ട ഒന്നിനെ ഇതാക്കണം എന്ന് പറഞ്ഞു പോലെ ഇവന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും ഇവ മാറി ഉപയോഗിക്കുക, മാറിയിട്ട് ഇവന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവന്റെ ആ ഒരു ഞരമ്പുണ്ടല്ലോ, ആ നരച്ചതങ്ങ് തളർത്തിയിടുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാമെങ്കിൽ ആ നരച്ച സാധനം അങ്ങ് തളർത്തിയിട്ടാൽ മതി. എന്നിട്ട് ഇവൻ്റെ അത് മാറുന്നില്ലെങ്കിൽ ഇവന് വല്ല കൊടുത്തില്ല, മറ്റേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചൊറിയൻ ചപ്പില്ലേ, അതങ്ങായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അത്രമാത്രം രോക്ഷമുണ്ട് ഇവനെതിരെ. ഇനി ഒരുപാട് പേര് രംഗത്ത് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 5 പേജ് ഉണ്ടല്ലോ. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 5 പേജ് പുറത്ത് വിടുവായാണ് വേണ്ടത്. അത് വിടത്തില്ലല്ലോ ഇവന്മാർ, അതല്ലേ പ്രശ്നമാണ്. നമ്മളെ പൈസയും കൊണ്ട് മറ്റേ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇത് പുറത്ത് വിടത്തില്ല എല്ലാവരും, നാണം കെട്ടവര്.